സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടാനകോടി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റബ്ബ് നമ്മെ വ്യഥാ സൃഷ്ടിച്ചതല്ലെന്നും ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകലമാന കർമ്മങ്ങളെയും അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെന്നും ആ കർമ്മരേഖകൾ ഹാജരാക്കിക്കൊണ്ട് മരണത്തിനു ശേഷം നമ്മളെല്ലാവരും ശക്തമായ വിചാരണക്ക് വിധേയരാകേണ്ടി വരാണെന്ന ബോധത്തോടുകൂടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. റബീഉൽ അവ്വൽ മാസം സമാഗതമാകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവ ബഹുലമായ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിന് വിരാമമിട്ടുകൊണ്ട് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത്. ആ പ്രവാചകന്റെ ലിഗസി എന്നത്, പൈതൃകമെന്നത്, ആ പ്രവാചകനെ ലോകത്തിൽ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നു എന്നതാണ്. ചരിത്രത്തിലെ മറ്റു യുഗപുരുഷന്മാരെ പോലെ ഒരു യുഗപുരുഷനായി എന്നതുകൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ ഫോളോ ചെയ്യുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ പ്രവാചകനിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്, ജീവിത മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക്. അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്നവർക്ക് ഈ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട്, പുനരുത്ഥാനമുണ്ട്, അവിടെ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. മരണശേഷം ഒരിക്കലും മരിക്കാത്തൊരു ജീവിതം ബാക്കിയുണ്ട്. ആ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ ലക്ഷ്യത്തോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അനുധാവനം ചെയ്യുന്നത്. ആ പ്രവാചകൻ ഏതെങ്കിലും ചില ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള മാതൃകാ പുരുഷനല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സർവ്വലോകർക്കും കാരുണ്യമായി കൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഇന്നമാ ബുഇസ്തു ലിഉതിമ്മ മകാരിമൽ അഖ്ലാഖ്, നിശ്ചയമായും ഞാൻ അയക്കപ്പെട്ടത് ഏറ്റവും മഹത്തായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, പ്രവാചകരെ താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുകയാണ്. ബദറിന്റെ ദിവസം, ഉഹദിന്റെ ദിവസം, ഹുനൈനിന്റെ ദിവസം സഹാബാക്കൾ പറയാണ് അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, ആ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിൽ ആ സഹാബത്ത് അനുഭവിച്ച, ആ സഹാബത്ത് സാക്ഷ്യം വഹിച്ച
ശത്രുക്കളെ പോലും നിഷ്പ്രഭമാക്കിയ ആ പ്രവാചകന്റെ ജീവിതം എന്നത് അത് വലിയ മാതൃകയായി ചരിത്രത്തിൽ ബാക്കിയായി നിൽക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നമ്മൾ ആ പ്രവാചകനെ അനുധാവനം ചെയ്യുന്നത്. ആ പ്രവാചകൻ അല്ലാഹുവിൽ നിന്നുള്ള വഹിയുള്ള പ്രവാചകനാണ്. ആ പ്രവാചകന് ശേഷം ഇനി മറ്റൊരു പ്രവാചകൻ വരാനില്ല എന്നാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. ആ പ്രവാചകൻ സ്വന്തമായി സംസാരിച്ചിട്ടില്ല. അള്ളാഹുവിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ ആ സഹാബത്തിനെ മതം പഠിപ്പിച്ചത്, ദീന് പഠിപ്പിച്ചത്, അവർക്ക് തർബിയത്ത് നൽകിയത്, അവരെ പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്തത് എല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഏത് നേതാവിനേക്കാളും പ്രവാചകൻ ജീവിച്ച ഈ സർവ്വ മേഖലകളിലും ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏറ്റവും നല്ല പിതാവായിക്കൊണ്ട് അല്ലേ. അതേപോലെ തന്നെ ഒരേ സമയം 9 ഭാര്യമാരുണ്ടായിരിക്കെ ആ ഭാര്യമാരെ മുഴുവൻ സംതൃപ്തിപ്പെടുത്താൻ, എല്ലാ തരത്തിലും അവരെ സന്തോഷിപ്പിക്കാനും, ഏറ്റവും സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം എല്ലാവർക്കും നൽകാനും ആ പ്രവാചകന് സാധിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും, അതൊരു കുടുംബമാകട്ടെ, രാഷ്ട്രമാകട്ടെ, ഒരു വ്യക്തിയിലാകട്ടെ, ആ പ്രവാചകൻ ഉത്തമമായ മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ തലമുറകളിലേക്ക് കൈമാറുന്ന വലിയ മാതൃകയാണ് അദ്ദേഹം ബാക്കി വെച്ച് പോയത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ആ പ്രവാചകനെ നമ്മൾ അനുധാവനം ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അല്ലേ. ആ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? ആ പ്രവാചകനെ പാട്ടുപാടി പുകഴ്ത്തിക്കൊണ്ടാണോ? ആ പ്രവാചകന്റെ ജന്മദിനമെന്ന് ഏതാണെന്ന് പോലും ചരിത്രകാരന്മാർക്ക് ഉറപ്പില്ലാത്ത ഒരു ദിവസം പായസം വെച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ റോട്ടിൽ പ്രകടനം നടത്തിക്കൊണ്ടാണോ സഹോദരങ്ങളെ ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്താണ്? ആ പ്രവാചകനെ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം, എന്നെ പിൻപറ്റണമെന്നാണ്. ആ പ്രവാചകനെ പിൻപറ്റുമ്പോഴാണ്, ആ പ്രവാചകന്റെ ചര്യകൾ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് ആ പ്രവാചകൻ എങ്ങനെയാണ് നമസ്കരിച്ചത് അല്ലേ. നമുക്ക് പ്രവാചകന്റെ ജീവിതം പരിശോധിക്കുമ്പം, ഇബാദത്തുകൾ പരിശോധിച്ചാൽ, ആരാധനകൾ പരിശോധിച്ചാൽ, ആ പ്രവാചകന്റെ രാത്രി നമസ്കാരം, ആ പ്രവാചകന്റെ ജീവിതത്തിലെ ദിക്റുകൾ, ദുആകൾ, ആ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, ആ പ്രവാചകൻ ചെയ്ത ഇബാദത്തുകളൊക്കെ സഹോദരങ്ങളെ മാതൃകയായി അവശേഷിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രവാചകനെ അനുധാവനം ചെയ്യുന്നതിലൂടെയാണ്, ആ പ്രവാചകനെ അനുസരിക്കുന്നതിലൂടെയാണ്, ജീവിതത്തിന്റെ സകല മേഖലകളിലും ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റുന്നതിലൂടെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ തെളിയിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പ്രവാചകനെ സ്നേഹിക്കാനും ആ പ്രവാചകനെ ഇത്തിബാ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവനൊഴികെ. സഹാബത്ത് ചോദിക്കപ്പെട്ടു, വമൻ യാ അബാ യാ റസൂലല്ലാഹ്, ആരാണ് വിസമ്മതിച്ചവർ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അത്വഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസ്വാനി ഫഖദ് അബ, എന്നെ ധിക്കരിച്ചവൻ അവനാണ് വിസമ്മതിച്ചവൻ എന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിക്കുക എന്നത് അത് അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിന് തുല്യമാണ്. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ ദൂതനെയും അനുസരിക്കണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പന വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രവാചകൻ അനുധാവനം ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്. അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ എന്നത് ആ പ്രവാചകനിലൂടെയാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ ഫോളോ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ഒരു ബന്ധം അള്ളാഹുവുമായിട്ട് നമുക്ക് കിട്ടുക എന്നത്. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ള ഏക മാർഗം ആ പ്രവാചകന ജീവിതത്തിൽ സകലമാന മേഖലകളിലും
അനുധാവനം ചെയ്യുക. അതിനെന്ത് വേണം സഹോദരങ്ങളെ? ആ പ്രവാചകനെ അറിയണം, ആ പ്രവാചകനെ പഠിക്കണം, ആ പ്രവാചകനെ മനസ്സിലാക്കണം, ആ പ്രവാചകൻ കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ ദീന് അത് കൃത്യമായിട്ട് പഠിക്കണം, അത് മനസ്സിലാക്കണം, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കണം, അത് ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും അതിന് സ്ഥാനം നൽകണം. അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഉച്ചരിക്കുന്ന വാക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് അല്ലാഹു അക്ബർ എന്നതാണ്. അല്ലാഹു അക്ബർ. അപ്പം നമ്മളിന്ന് സുബൈക്ക് ബാങ്ക് കേട്ടവരുണ്ടാവും, ആ ബാങ്കിന് ഉത്തരം നൽകിയവരുണ്ടാകും, ആ സുബൈ ജമാഅത്തിൽ ഇഖാമത്ത് കേട്ടവരുണ്ടാവും, അതിനുത്തരം നൽകിയവരുണ്ടാകും, ആ നമസ്കാരത്തിലുടനീളം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞവരുണ്ട്. അല്ലേ? ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അതിനുശേഷം ളുഹ നമസ്കരിച്ചവരുണ്ടാകും, സുന്നത്ത് നമസ്കരിച്ചവർ, വേറെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചവരുണ്ടാവും, ളുഹർ ബാങ്ക്, ളുഹറിൻ്റെ ജമാഅത്ത്, അതിനുശേഷം വീണ്ടും 33 ളുഹറിൻ്റെ സുന്നത്ത് നമസ്കരിച്ചവർ, അസർ. അല്ലേ? അങ്ങനെ ഒരു ജീവിതത്തിൽ കിടക്കാൻ നേരത്ത് 34 തവണ അല്ലാഹു അക്ബർ. ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു വാക്കായിരിക്കും അല്ലാഹു അക്ബർ എന്നത്. അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറയുമ്പം സഹോദരങ്ങളെ, അത് അള്ളാഹുവിൻ്റെ ഒരു അളമത്ത് മാത്രമല്ല, അതൊരു നിലപാടാണ് ജീവിതത്തിൽ. മറ്റെന്തിനേക്കാളും ഞാൻ വില കൽപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കാണ്, അള്ളാഹുവിൻ്റെയോടുള്ള എൻ്റെ പ്രതിപത്തിയാണ് ജീവിതം കൊണ്ട് ഞാൻ തെളിയിക്കുന്നത് എന്ന് എൻ്റെ നിലപാടാണ്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു നിലപാട് തെളിയിക്കലാണ്. അല്ലേ? ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്നാണ്, ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കാനാണ് എന്നെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന ബോധത്തോടുകൂടി ഷിർക്കിൽ നിന്ന് നല്ല അകലം പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത കർമ്മങ്ങളും ചര്യകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് എന്തൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചോ, എന്തൊക്കെ സഹാബത്ത് ആ പ്രവാചകനിൽ നിന്ന് സ്വീകരിച്ചോ, എന്തൊക്കെ അവർ താബീങ്ങളെ പഠിപ്പിച്ചോ, ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ പ്രവാചകനെ അനുധാവനം ചെയ്യുക എന്നതാണ് ഈ അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ് എന്നതിൻ്റെ ഒരു നമ്മളതിനെ യാഥാർത്ഥവൽക്കരിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ടാണ്, അതാണ് ജീവിതം, അതാണ് ജീവിതത്തിലെ പരീക്ഷണം. ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലുമൊക്കെ ആ ഒരു നിലപാടിൽ എന്താണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് നോക്കുക മാത്രമാണ് ജീവിതത്തിലെ പരീക്ഷണം എന്ന ജീവിതത്തിൻ്റെ ശരിയായ ഒരു കാഴ്ചപ്പാട് ലഭിക്കുക എന്നതാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തെ പാകപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കാനും അത് പിൻപറ്റാനും അത് പ്രബോധനം ചെയ്യാനുമുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ബാത്തിലായി മനസ്സിലാക്കാനും അതിൽ നിന്ന് അകലം പാലിക്കാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.